ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ മരണശേഷം അവളുടെ സ്റ്റെഫ് മദർ അവളെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരിക്കൽ ആ നാട്ടിൽ കൊടും വരൾച്ച വന്നു തുടങ്ങി. അവരുടെ കിണറ്റിൽ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയായി മാറി. അവളെ വെള്ളം എടുക്കാനായി അവളുടെ രണ്ടാനമ്മ ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് പറഞ്ഞായി. അവിടെ ഒരു സ്ത്രീ ദാഹിച്ച് അവശനായിരിക്കുന്നത് അവൾ കണ്ടു. ആ സ്ത്രീ അവളോട് കുറച്ച് വെള്ളം ചോദിച്ചു. അവളാകട്ടെ ഒരു ചെറിയ ഇലയെടുത്ത് അവർക്ക് വെള്ളം വേണ്ടുവോളം കോരിക്കൊടുത്തു. ഇത് കണ്ട ആ സ്ത്രീക്ക് സന്തോഷമായി. അവരൊരു മാലാഖയായിരുന്നു. അവർ അവരുടെ സ്വരൂപം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി. ആ മാലാഖ അവൾക്കൊരു വരം നൽകി. അവൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പച്ചപ്പ് വിരിഞ്ഞിരിക്കും. അവൾ ഇതുമായി അവളുടെ വീട്ടിൽ ചെന്നു. ഇത് കണ്ട അവളുടെ സ്റ്റെഫ് മദർ തൻ്റെ മകളെയും ഇങ്ങനെ പറഞ്ഞയക്കാമെന്ന് കരുതി. അവർ അവളെയും ആ കാട്ടിലേക്ക് പറഞ്ഞയച്ചു, ഒരു ഗോൾഡൻ ജ്യൂസുമായി. അവൾ ആ ജ്യൂസുമായി നടന്ന് കാട്ടിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ ആ സ്ത്രീ വീണ്ടും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സ്ത്രീ അവളോട് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു അവിടെ നിന്നും പോവാൻ നിന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ആ മാലാഖ അവളെ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊടും വരൾച്ച വരാനും പച്ചപ്പ് മാഞ്ഞുപോയി വേരുകളെല്ലാം വരാനും തുടങ്ങി. ഇത് കണ്ട് പേടിച്ച് അവൾ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവളുടെ അമ്മ അവൾ പച്ചപ്പ് നിറഞ്ഞ് പൂക്കളാൽ വിരിഞ്ഞു വരുന്നത് കാണാൻ അവിടെ തന്നെ നിന്നു. പക്ഷേ അവൾ വന്നപ്പോൾ എല്ലാം തലകീഴായി മാറി. പച്ചപ്പ് നിറഞ്ഞിരുന്ന അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഉണങ്ങിയതായി മാറാൻ തുടങ്ങി. ഇത് കണ്ട അവളുടെ സ്റ്റെഫ് മദർ അവളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി. അവൾ അവിടെ നിന്ന് ഇറങ്ങി കാട്ടിലൂടെ നടന്ന് അവിടെ ഒരു രാജകുമാരൻ പരിക്കേറ്റ് കിടക്കുന്നത് അവൾ കണ്ടു. അവൾ നടന്നു വന്ന സ്ഥലത്തെ മരുന്നുകൾ ഉപയോഗിച്ച് ആ രാജകുമാരൻ്റെ മുറിവ് ഉണക്കി കൊടുത്തു. ഇത് കണ്ട രാജകുമാരൻ അവളെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. അവൻ്റെ രാജ്യം വരണ്ടു ഉണങ്ങിക്കിടക്കുകയായിരുന്നു. അവൾ വന്നതോടെ അതെല്ലാം പച്ചപ്പോടെ നിറഞ്ഞു. ഇത് കണ്ട രാജാവിന് അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മറ്റേ സ്റ്റെഫ് മദർ ആവട്ടെ വേരുകൾ കൊണ്ട് നിറഞ്ഞ് അവരുടെ വീട് മൊത്തം മൂടിക്കിടക്കുകയാണ്. രാജകുമാരൻ അവരുടെ നാട്ടിലുള്ള വരണ്ടു ഉണങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവളെ കൊണ്ടുപോയി. അവിടെയെല്ലാം അവൾ പച്ചപ്പ് നിറഞ്ഞു. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഫ്രൂട്ട്സും പച്ചക്കറികളും ഒരുപാട് ലഭിച്ചു. അങ്ങനെ വരണ്ടുണങ്ങിയ നാട് പച്ചപ്പ് നിറഞ്ഞതായി. അവിടെയുള്ള രോഗികൾക്കെല്ലാം അവളുടെ മരുന്ന് ഉപയോഗിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. അവരുടെ നാട് മുഴുവൻ പച്ചപ്പാൽ നിറഞ്ഞു. അവരുടെ സ്റ്റെഫ് മദറിന്റെ വീടാകട്ടെ കാട് മൂടിക്കിടന്ന് വരണ്ട് ഉണങ്ങിയ അവർ പ്രായം ചെന്ന പോലെയായി. പിന്നീട് രാജകുമാരൻ അവളെ വിവാഹം കഴിക്കുകയും അവൾക്ക് സുന്ദരിയായ ഒരു മകൾ ജനിക്കുകയും ചെയ്തു.